ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. പക്ഷേ 2 ദിവസമായിട്ട് ഭയങ്കര പേടിച്ചിരിക്കുക. എന്നാണെന്നറിയാമോ? മഴ, ഭയങ്കര ഇടിയും മിന്നലും കാറ്റും, ഭയങ്കര മഴ. എൻ്റെ അമ്മോ, എനിക്ക് ജനലിൽ കൂടെ പോലും ഇങ്ങനെ മഴയെ നോക്കാൻ പേടിയായി. അതുപോലത്തെ മഴ. എന്നാണെന്നറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വശത്ത്, റബ്ബർ തോട്ടത്തിൻ്റെ വശത്ത് ഒരു തൊണ്ട് പോലെയുണ്ട്. അപ്പോൾ ആ തൊണ്ടിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സിൽ കൂടെ മേളിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ പൊക്കമാണ്. അതായത് ചേട്ടൻ്റെ വീട് പൊക്കത്തെ തൊടിയ, ഞങ്ങളുടെ വീട് താഴത്തെ തൊടിയ. അപ്പോൾ ആ പൊക്കത്തൊന്ന് താഴോട്ടിങ്ങനെ വെള്ളം പോകുന്നതേ മലവെള്ളപ്പാച്ചിലിനേക്കാൾ ഭയങ്കര പാച്ചിലാണ്. അതുവഴി ശരിക്ക് പേടിച്ച് പോകുന്ന പോലെയാണ്. പിന്നെ ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ വഴിയുടെ 2 സൈഡ്, ഒരു സൈഡ് ആ തൊണ്ടിൽ കൂടെ അങ്ങ് വെള്ളം ഒഴുകിയപ്പോൾ ഒരു സൈഡ് മുഴുവൻ ഒഴുകി ഞങ്ങളുടെ മുറ്റത്ത് തളം കെട്ടിക്കിടക്കുക. ഭയങ്കരമായിട്ട് പേടി. ഞാൻ എന്നിട്ട് ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ മുറ്റമെല്ലാം തളം കെട്ടി വലിയ ആറും തോടും പോലെ ഇങ്ങനെ കിടക്കുക. എൻ്റെ പൊന്നോ, ഓടെ കൂടെയൊക്കെ മാക്സിമം ഒഴുകി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുറ്റമെല്ലാം വലിയ കുളം പോലെ കിടക്കുന്നു. അപ്പുറത്ത് തൊണ്ടിക്കൂടെ വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം, അതുപോലെ മഴയപ്പോൾ. റബ്ബർ തോട്ടം അവിടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. മരമൊക്കെ ഇങ്ങനെ ആടുമ്പോഴേ. പിന്നെ വാതിക്കലത്തെ പറമ്പിൽ, പെങ്ങളുടെ പറമ്പിൽ ആഞ്ഞിലി ഒരെണ്ണം നിൽപ്പുണ്ട്. അതൊന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 500 മീറ്റർ നീളം കാണുമെന്ന് തോന്നുന്നു. അതിന് വലിയ ആന വലിപ്പത്തിൽ തടി. അതിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഭയങ്കര പേടി. അയ്യോ, അത് കാരണം 2 ദിവസമായിട്ട് എനിക്ക് ജീവനില്ലാതിരിക്കുക. ഭയങ്കര പേടിയാണ്. ഉച്ച കഴിഞ്ഞ് മഴ ഇന്നിപ്പോൾ തുടങ്ങിയില്ല. രാവിലെ എല്ലാം ചാറി പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഒന്ന് ശരിക്ക് പെയ്തു. അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ശരിക്കല്ല, എന്നാലും ഒരുമാതിരി കുഴപ്പമില്ലാതൊക്കെ പെയ്തു. അയ്യോ, ഉച്ച കഴിഞ്ഞ് 2 ദിവസമായിട്ട് ഭയങ്കര പേടിപ്പിച്ച് കേട്ടോ. അത് കാരണം ഇങ്ങനെ ഇരിക്കുക, കിടിലം കൊള്ളുക. പുറയിലാണെങ്കിൽ മണ്ണിൻ്റെ മേളത്തെ തൊടി ഇങ്ങനെ വീടിൻ്റെ പുറകുവശം ഇങ്ങനെ മൺതിട്ടയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ ആകെപ്പാടി ഇതിനകത്ത് അയ്യോ എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കര പേടിയാണ്. പകലും പേടി, രാത്രിയും പേടിയാണ്. ഇപ്പം എല്ലായിടത്തും ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ? അത് കാരണം ഭയങ്കരമായിട്ട് 2 ദിവസം പേടിച്ചിരിക്കും. പണ്ടൊന്നും ഇങ്ങനെ പേടിയില്ലായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് വയനാട്ടിലെ പ്രശ്നവും പിന്നെ അർജുൻ്റെ അവിടുത്തെ മണ്ണിടിഞ്ഞ് ഇതെല്ലാം കൂടെ കേട്ടപ്പോഴാണ് ചിന്ത തുടങ്ങിയത്. ഭയങ്കര പേടി. ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. ഇത് പറഞ്ഞപ്പോഴേ ഈ ഒന്നും പേടിക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ഒന്നും സംഭവിക്കത്തില്ലെന്ന്. എവിടുന്ന് അവിടെ ഇരിക്കുന്നവർക്ക് അത് പറയാം. പിന്നെ ഇവിടെ ഇരിക്കുന്ന എനിക്കല്ലേ പേടി. എൻ്റെ പിള്ളേർക്ക് പേടിയൊന്നുമില്ല, എനിക്ക് ഭയങ്കര പേടി. അപ്പം 3 മിനിറ്റായേ ഞാൻ ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞത്. ഞാൻ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നുള്ളതാണ്. മരം മൊത്തം ഇളകുക, കുറേയും മൺതിട്ട, ഭയങ്കര മഴ, ഇടിമിന്നൽ. ഒയ്യോ, ഒരു രക്ഷയില്ല. ചോർച്ചയെല്ലാം ഒരു ദിവസം 2 പണിക്കാരെ നിർത്തി മേളിൽ ഓടിൻ്റെ ഷീറ്റിൻ്റെ ഒക്കെ മേളിൽ ചോർച്ചയെല്ലാം ഒന്ന് റെഡിയാക്കിയതായിരുന്നേ. പിന്നെയും വേണ്ട ഇന്നലത്തെ മിനിയാന്നത്തെ മഴയുടെ ശക്തി കാരണം എല്ലാം ചോരുക. ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. വീടില്ലാത്തവർ എത്ര പേരുണ്ട്? അത് ഓർക്കുമ്പോൾ ഇതൊക്കെ ധാരാളം അല്ലേ? നമുക്കും ഒരു കാലത്ത് നല്ല വീട് വെക്കാം അല്ലേ? ഓക്കെ, പ്രാർത്ഥിക്കണേ. വീടില്ലാത്ത എല്ലാവർക്കും വീട് കിട്ടട്ടെ ദൈവമേ. ഇന്ന് മുഴുവൻ അർജുൻ്റെ രാവിലെ 9 മണിയായപ്പോൾ ഞാൻ വൈകിട്ട് വരെയുള്ള എല്ലാ പാചകവും എല്ലാ ജോലിയും ചെയ്തിട്ട് ഞാൻ 9 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. അർജുൻ്റെ കാര്യം ഇന്ന് തിരച്ചിലുണ്ടെന്ന് പറഞ്ഞു. കാരണം അത് 3 മണിക്ക് ആരൻ വരുന്നതിന് 3:15, അതിനൊരു തൊട്ട് മുമ്പ് വരെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രയോജനവും ഇല്ല. ഏതാണ്ടൊരു ബോഡി ഇതിൻ്റെ വണ്ടിയുടെ ഒരു ചെറിയ മെറ്റൽ പാർട്ടും ഒരു കയറും പിന്നെ ഒക്കെ കിട്ടിയതേ ഉള്ളൂ. ഒരു ഇതൊന്നുമില്ല. നാളെ തെരച്ചിലും ഇല്ല, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കുളുക്കി. ഓക്കെ. അപ്പം അർജുന് വേണ്ടി പ്രാർത്ഥിക്കണേ. വയനാട്ടിലൊക്കെ ഇപ്പം കുറേ ഡെഡ് ബോഡീസ് കിട്ടാനുണ്ട്. എന്നാ ചെയ്യാൻ പറ്റും? മണ്ണിനകത്ത് പൊതഞ്ഞ് കിടക്കുമായിരിക്കും. ഇനി ആർക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എറണാകുളത്ത് ഭയങ്കര മഴയും ഉരുൾപൊട്ടലൊക്കെ വരാൻ പോകുന്നു. എൻ്റെ ഇളയ അനിയത്തി അവിടെ. എല്ലാം കൂടെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ 4:40 അത്രയും കാര്യം ഒന്ന് പറഞ്ഞ് ക്ഷമിക്കണേ. അപ്പോൾ ഇന്ന് 2 ടിപ്സ്, ഈസി ആയിട്ടുള്ള 2 ടിപ്സ്, കാശുമുടക്കൊന്നും ഇല്ലാത്ത 2 ടിപ്സ് കാണിക്കാനാണ്. 1 രൂപ ചിലവില്ലാതെ. 1 രൂപ ചിലവുണ്ടോ എന്ന് ചോദിച്ചാൽ 1 രൂപ ചിലവൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ, മുടിയുടെ കാര്യവും മുഖത്തിൻ്റെ കാര്യം. മുടി പെട്ടെന്ന് പറയാം. ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് 2 മണിക്കൂർ മുമ്പ് കുതിരാനിട്ടു. ഇതുണ്ടോ, 2 മണിക്കൂർ മുമ്പ് കുതിരാനിട്ട് അത് കുതിർന്നു. പിന്നെ നമ്മളുടെ വീട്ടിൽ കഞ്ഞി വെക്കുമ്പോൾ കിട്ടുന്ന കഞ്ഞിവെള്ളം, ഇത് ഇന്നലത്തെ കേട്ടോ, ഞാൻ തലയിൽ തേക്കാൻ എടുത്ത് വയ്ക്കത്തില്ല. ഇന്നത്തേതുണ്ട്, ചൂടോടെയൊക്കെ ഇരിക്കുക, അതല്ലല്ലോ തേക്കേണ്ടത്, നാളെ അത് തേക്കേണ്ടത്. അപ്പോൾ ഇന്നലത്തേത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇതാ ആ കഞ്ഞിവെള്ളം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട്, ഇതിനകത്ത് ഇത് ചെറുതല്ലേ, അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഇത്രയും കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത്, ആ ഉലുവയില്ലേ കുതിർത്തത് അതുകൂടെ ഇതിനകത്തോട്ട് പിന്നെ ഒഴിച്ച് നമ്മളൊരു വലിയ പാത്രത്തിലാക്കി, വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഉലുവ കുതിർന്ന വെള്ളവും ഈ കഞ്ഞിവെള്ളം അത്രയും ഒരു വലിയ പാത്രത്തിലോട്ടാക്കി തീ കുറച്ച് വെച്ച് നല്ലതായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് പിന്നെ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നല്ല പതുപതാന്നാവും. അത് തല ഫുള്ളും തേച്ച് പിടിപ്പിക്കുക, തലയോട്ടിയും മുടിയും ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് കെട്ടി അങ്ങോട്ട് വെക്കുക, ചുരുട്ടി കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും 2 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ്. അതവിടെ നല്ല ശരിക്ക് പിടിച്ചോളും. അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക. സൂപ്പറായിട്ടോ. മനസ്സിലായല്ലോ? ഞാൻ കാണിക്കണ്ടല്ലോ, സമയം പോകുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. 6:32. പിന്നെ മുഖത്തിൻ്റെ സിമ്പിൾ സാധനം, നമ്മളുടെ തേനും കാപ്പിപ്പൊടി. സൂപ്പറാട്ടോ. ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്ന പോലെ നമ്മളുടെ തേനും ബ്രൂ കോഫിയുടെ പൗഡർ തുറക്കാൻ വേണ്ടി ഇതുണ്ട്, ബ്രൂ കോഫി പൗഡർ തീരാറായി. ഈ മുഖത്ത് തേക്കാൻ തന്നെ ഇതൊക്കെ ഉപയോഗിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പിയുടെ പാലിനകത്തിട്ട് കുടിക്കും അങ്ങനെ. അപ്പോൾ ബ്രൂ കോഫി പൗഡറും പിന്നെ തേനും കൂടെ മിക്സ് ചെയ്ത് തേക്കുക. എല്ലാ ദിവസവും തേക്കാം കേട്ടോ, എല്ലാ ദിവസവും. സൂപ്പർ സാധനം. അതുപോലെ തക്കാളി നീരും കാപ്പിപ്പൊടി, ഇത് രണ്ടും ഞാൻ കാണിക്കുന്ന ടിപ്സ് എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ്. മുടിയുടെ ആണെങ്കിലും മുഖത്തിൻ്റെ ആണെങ്കിലും. അതുപോലെ ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ചൊന്നുമല്ല, നല്ല സിമ്പിൾ സാധനങ്ങൾ ഉപയോഗിച്ച്. അപ്പം മുഖത്തിൻ്റെ ഇന്ന് എന്നാ പറഞ്ഞേ, പിന്നെ തേനും കാപ്പിപ്പൊടി, തക്കാളി നീരും കാപ്പിപ്പൊടിയും തേക്കാം കേട്ടോ, നല്ലത്. അതുപോലെ മുടിയുടെ കഞ്ഞിവെള്ളവും ഉലുവ 2 മണിക്കൂർ കുതിർക്കുക. എന്നിട്ട് ഇന്നലത്തെ പഴയ കഞ്ഞിവെള്ളത്തിനകത്ത് ഈ ഉലുവ ഇട്ട് നല്ലതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് തിളപ്പിച്ച് വെന്ത് കഴിയുമ്പോൾ കഴിയുമ്പോൾ മിക്സിയിൽ അരച്ച് തലയിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇരുന്നാൽ സൂപ്പർ. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾ എല്ലാ ദിവസവും, ഞാനിടുന്ന എല്ലാ ദിവസവും തേക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ളതേ ഞാൻ കാണിക്കത്തുള്ളൂ, പിന്നെ ചിലവ് കുറഞ്ഞതേ കാണിക്കത്തുള്ളൂ. അപ്പോൾ 8 മിനിറ്റായി, 8 മിനിറ്റായി. ഒരു ഓക്കെ, 9 മിനിറ്റിന് മുമ്പ് ഇപ്പം നിർത്താം. അപ്പോൾ നമ്മുടെ ജയക്കൊച്ച് മലേഷ്യക്ക് പോയിരിക്കുക. ഇന്നലെ വൈകിട്ട് പോയി. ജയക്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. യാത്രയൊക്കെ നല്ലതായിട്ട് അടിച്ചു പൊളിച്ചവർ സന്തോഷത്തോടെ ഒരാവത്തും കൂടാതെ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ. അമ്മ ആലപ്പുഴയിലെ ജയയുടെ അവിടെ അമ്മയെ സുഖമായിട്ടൊക്കെ ഇരിക്കട്ടെ. അമ്മയെ നോക്കാനുള്ള ആരോഗ്യമൊക്കെ ജയയ്ക്കും കൊടുക്കട്ടെ. പിന്നെ എന്തുവാ, നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ പിന്നെ വാച്ച് ടൈം അവേഴ്സ് ആകാനുള്ളവർ, മോണിറ്റൈസേഷൻ ആകാനുള്ളവർ, ഡോളർ കിട്ടാൻ ഒക്കെ ഉള്ളവരുണ്ട്. എനിക്ക് മോണിറ്റൈസേഷനായി, വാച്ച് ടൈം അവേഴ്സൊക്കെ ആയി, പിൻ നമ്പറും കിട്ടി. വാച്ച് ടൈം അവേഴ്സ് ആകുമ്പോഴാണല്ലോ മോണിറ്റൈസേഷൻ ആകുന്നത്. ഓക്കെ, മറന്നുപോയേ, ഞാൻ പിൻ നമ്പറാണ് ഉദ്ദേശിച്ചത്. മോണിറ്റൈസേഷനുമായി പിൻ നമ്പറുമായി ഡോളറൊക്കെ $100 ആകണം. $100 ആയാൽ നമുക്കത് ബാങ്കിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിന് നല്ലതായിട്ട് പരിശ്രമിക്കണം. ഇന്നലെ ആണെങ്കിൽ വീഡിയോ ഇട്ടില്ല, മഴ കാരണം പേടിച്ച് ഞാൻ പറഞ്ഞില്ല, ഇരിപ്പായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് 1 മിനിറ്റ് കൂടിപ്പോയി. എന്നാൽ പിന്നെ അത് വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്ന് വെച്ചു. പിന്നെ എന്നിട്ട് വേറെ ഹസ്ബൻഡ് അയച്ചു തന്നൊരു പുട്ടുണ്ടാക്കുന്ന വീഡിയോ, അത് ഷോർട്സ് ആയിട്ട് ഇട്ടു. കുറേ ദിവസമായിട്ട് ഷോർട്സ് ഇടുന്നില്ല, ഷോർട്സിൻ്റെ കാര്യം മറന്നു പോവാന്നേ. 100,000 പ്രശ്നങ്ങളും പിന്നെ ചിന്തകളും ടെൻഷനുകളും ഒക്കെ ഉണ്ട്. ടെൻഷൻ അടിക്കില്ലെന്ന് പറഞ്ഞാൽ പറ്റും, നമുക്ക് വീടല്ലേ, എന്തെല്ലാം കാര്യം കാണും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഈ ഷോർട്സിൻ്റെയൊക്കെ മറന്നുപോയി. പിന്നെ ലെങ്ത് വീഡിയോ ഇടേണ്ടിയ നിർബന്ധമായതുകൊണ്ട് നമ്മളതങ്ങ് ഓർക്കുന്നു ഇടുന്നു. അപ്പോൾ
എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണല് കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ, നല്ല ടിപ്സ് അല്ലേ. അപ്പോൾ 10 മിനിറ്റ് ആയതുകൊണ്ട് നാളെ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. 10 മിനിറ്റൊക്കെ കുഴപ്പമില്ല, നിങ്ങൾ കാണാമല്ലോ, പെട്ടെന്ന് അങ്ങ് ഇരുന്ന് എഴുന്നേക്കുന്ന പോലെ അങ്ങ് തീർന്നോളും കേട്ടോ. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരമ്മ.